സഹായം ചോദിച്ചു വരുന്നവരെ ആട്ടിയോടിക്കലല്ല ചേർത്തുപിടിക്കലാണ് കേരളത്തിന്റെ സംസ്കാരമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. കുട്ടിയുടെ കുടുംബവുമായി ഫോണിൽ സംസാരിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തെന്നും അപൂർവ രോഗം ബാധിച്ച 2 വയസ്സുകാരന് കേരളം സ്നേഹത്തണൽ ഒരുക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചു. അതേസമയം കുഞ്ഞിന്റെ ചികിത്സ സർക്കാർ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു. സഹായം ചോദിച്ചു വരുന്നവരെ ആട്ടിയോടിക്കുകയല്ല ചേർത്തുപിടിക്കുകയാണ് കേരളത്തിന്റെ സംസ്കാരമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത്. ആ കരുതൽ ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറായിരിക്കുകയാണ്. കുട്ടിയുടെ കുടുംബവുമായി ഫോണിൽ സംസാരിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തെന്നും ഉടൻ തന്നെ അവരെ നേരിൽ കാണാനാകുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചു. കുട്ടിയുടെ സൗജന്യ ചികിത്സ നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്താം എന്ന് മന്ത്രിയും പറഞ്ഞു. അതിന്റെ ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുക. വളരെയേറെ സംതൃപ്തിയാണ് അവർക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിനോട് അവർക്ക് പ്രകടിപ്പിക്കാനുള്ളത്. ഞാൻ വിളിച്ചവരോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളിയുടെ സ്നേഹവും കരുതലും ഒരിക്കൽ കൂടി ലോകത്തിനു മുമ്പിൽ തെളിമയോടെ നിൽക്കുകയാണെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അപൂർവ രോഗം ബാധിച്ച 2 വയസ്സുകാരന്റെ ചികിത്സാ സഹായത്തിനായി കുഞ്ഞിന്റെ അമ്മ സമീപിച്ചപ്പോൾ പോയി എം വി ഗോവിന്ദനെ കാണൂ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ആട്ടിപ്പായിക്കുകയായിരുന്നു. തുടർന്ന് കൈരളി ന്യൂസ് വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഗോവിന്ദൻ മാഷും ആരോഗ്യമന്ത്രിയും അടിയന്തരമായി ഇടപെട്ടത്. കോയമ്പത്തൂർ സ്വദേശിയും മലയാളിയുമായ സിന്ധുവിന്റെ മകന് സർക്കാർ ചികിത്സ ലഭ്യമാക്കുമെന്ന് മന്ത്രിയും നേരിട്ട് ഫോണിൽ വിളിച്ച് സിന്ധുവിന് ഉറപ്പു നൽകി. ഗോവിന്ദൻ മാഷും വിളിച്ചിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ ചോദിച്ചു, എല്ലാവരും വിളിച്ചു കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ എല്ലാവരോടും പറഞ്ഞു. ആരോഗ്യവകുപ്പ് അപൂർവ രോഗത്തിനുള്ള വിലപിടിപ്പുള്ള മരുന്ന് നൽകും. ഇതിനുള്ള തുടർ നടപടി ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആരംഭിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.